ശക്തി, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ദൈവത്തിന്റെ ദാനം എത്രയെന്ന് പറയുന്നത്. ചിലരൊക്കെ പറയും, ഞങ്ങൾ പണ്ട് തൊട്ടേ അഭിഷേകം പ്രാപിച്ചാന്ന്. നിന്റെ സ്വന്തമല്ലടാ ഉപയോഗ, കർത്താവ് തന്ന. എവിടെ വെച്ചേക്കാം? മൺപാത്രത്തിൽ തന്നേക്കുവാ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഈ ശക്തിയുടെ പ്രത്യേകത, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നുണ്ട്, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും പോലെ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാ. പക്ഷേ എടാ, നിന്നെ ഒതുക്കാൻ എന്തുമാത്രം കഷ്ടം ചിലർ അഴിച്ചുവിട്ടു. വല്ല ഒതുക്കമുണ്ടോ? നീ ഇപ്പോഴും ഗ്ലോറി പറഞ്ഞു നിൽക്കുക. ഇങ്ങനെ ഒരാമയും വരുന്നില്ല. ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സംശയം, എടാ ഇവരിങ്ങനെ എന്തോ ചെയ്തിട്ടും ഗ്ലോറി പറയുന്നതിന് എന്താ? എൻ്റെ പൊന്നു മോനെ, നീ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആരോടോ ദൈവം പറയുന്നത്, നിന്നെ ഒതുക്കാൻ നോക്കുന്ന, നിന്റെ ഭാവിയെ ഒതുക്കാൻ നോക്കുന്ന, വിദ്യാഭ്യാസത്തെ ഒതുക്കാൻ നോക്കുന്ന, കുടുംബജീവിതത്തെ ഒതുക്കാൻ നോക്കുന്ന, അനുഗ്രഹത്തെ ഒതുക്കാൻ നോക്കുന്ന, കഴിവിനെ ഒതുക്കാൻ നോക്കുന്ന ആ ശക്തിയുടെ മുമ്പിൽ ഇന്ന് ഈ അത്യന്ത ശക്തി വന്നാലേ എന്നെ നോക്കണം. ഈ ചിലരൊക്കെ പറയും, ഈ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ പറയുന്ന പോലൊക്കെ പ്രവർത്തിക്കാവും. എന്തുവാ? ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത്, നമ്മളൊക്കെ ചിലരൊക്കെ ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. യോഗത്തിൽ വരണം, 2 പാട്ട് പാടണം, കൈയടിക്കണം. കൈയടിക്കുമ്പം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പാടില്ല. കാരണം അപ്പന്മാരങ്ങനെ ചെയ്തില്ല. മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇങ്ങനൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനാണെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. കാരണം ഈ സാധനം സ്കെയില് പുള്ളിക്കാണ് വാങ്ങിച്ച, പുള്ളിയുടെ കൊടുത്തിരിക്കുക. എനിക്ക് തോന്നുന്നു തോമാച്ചൻ വന്ന കൂട്ടത്തിൽ, തോമാസ് ലീഗ വന്ന കൂട്ടത്തിൽ പുള്ളിയുടെ വല്യപ്പനെ കൊണ്ട് കൊടുത്താന്നാ എനിക്ക് തോന്നുന്നത്. ആ സ്കെയില് പുള്ളി പറയാ, പരിശുദ്ധാത്മാ വരുമ്പോൾ ഈ റേഞ്ച് വരാവും. ഉണ്ടെന്നില്ലല്ലോ, ഒക്കെ നിന്റെ സ്കെയിൽ ഓടിയാൻ നേരമായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അങ്ങനൊന്നും അല്ല. നിങ്ങൾക്കറിയാം, വേദപുസ്തകം നിങ്ങളുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ തുടങ്ങിയത് ഹൗസ് ചർച്ചാ. ആ ചർച്ചിൻ്റെ ചരിത്രം ഞാൻ ഒരിക്കൽ ഒന്ന് പ്രസംഗിച്ച് കേൾക്കാം. ബൈബിൾ പഠിച്ചാൽ കഥ പറയാൻ വരാവും. ബൈബിൾ പഠിക്കാത്തവൻ കഥ പറയാൻ വരരുത്. നിങ്ങൾ നോക്ക്, വെളിപ്പാടിലോട്ട് ഞാൻ വരാം. സ്തോത്രം. നിന്റെ കയ്യിൽ ഈ കറുത്ത പുസ്തകം തന്നേക്കുന്നത് തലണയിൽ വെക്കാനല്ല, വായിക്കാനാ. വേണ്ട, വായിച്ചിട്ട് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ പൗലോസ് പറയാ, ഈ ഞങ്ങളുടെ മേൽ പകരപ്പെട്ടത് എന്തുവാ? അത്യന്ത ശക്തി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഈ ശക്തി വന്നാൽ സുന്ദരം ദേവാലയ ഗോപുര വാതിൽക്കലെ മുടന്തരിൽ സൗഖ്യം ഇറങ്ങും. നീ വായിച്ച പുസ്തകത്തിൽ അത് ഇല്ലായിരിക്കും, അത് എൻ്റെ കുഴപ്പമല്ല. നല്ല പുസ്തകമായിര്, നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ തെറ്റിദ്ധരിക്കരുത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാ.